Hare Krishna, Hare Krishna, Krishna Krishna. ഈശ്വർ എന്ന് പറഞ്ഞൊരു ഡിവോട്ടി അദ്ദേഹത്തിൻ്റെ മെമ്മറീസ് പറഞ്ഞു. ഇത് മെമ്മറീസ് ഓഫ് ഷീല പ്രഭുപാദ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന ടെമ്പിളിൽ ഒരു വേളയിൽ അവിടുത്തെ ഇൻചാർജായിട്ടുള്ളത് സ്വരൂപ് ദാമോദർ പ്രഭുവാണ്. അപ്പോൾ അദ്ദേഹം പ്രഭുപാദിൻ്റെ അടുത്ത് ഒരുപാട് വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് പ്രഭുപാദ് ആ ടെമ്പിളിൽ വന്നപ്പോൾ. അപ്പോൾ ഒരു വേളയിൽ ഒരു പ്രൊഫസറിനെ പ്രഭുപാദിൻ്റെ അടുത്തേക്ക് ഇദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ഒരു സംസ്കൃത പ്രൊഫസറായിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ഈ ഹിന്ദുയിസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ശീല പ്രഭുപാദിനെ കാണാനായിട്ട് അന്ന് വന്നത്. പക്ഷെ അദ്ദേഹം വന്നത് കുറേ തൻ്റെ സ്റ്റുഡൻസിനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ പ്രഭുപാദിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്താണെന്ന് മനസ്സിലായി. അദ്ദേഹം തൻ്റെ സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ പ്രഭുപാദിനെ ഡിഫീറ്റ് ചെയ്യണം എന്നുള്ളൊരു ഭാവത്തിലാണ് വന്നത്. പ്രഭുപാദ് ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഭാവം മനസ്സിലായി. അപ്പം അദ്ദേഹം വിചാരിച്ചത് ആദ്യം പ്രഭുപാദ് സംസാരിക്കട്ടെ, പിന്നെ പ്രഭുപാദിനെ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിഫീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രഭുപാദ് ഇരുന്നപ്പം അദ്ദേഹം ചുറ്റും തൻ്റെ സ്റ്റുഡൻസിനെയും അദ്ദേഹമായിട്ട് അവിടെ അങ്ങനെ ഇരുന്നു. പക്ഷെ പ്രഭുപാദ് അതിന് നിന്നു കൊടുത്തില്ല. പ്രഭുപാദ് ആദ്യമേ തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചു, വാട്ട് ഈസ് ഹിന്ദുയിസം എന്ന് ചോദിച്ചു. അദ്ദേഹത്തിനോട് അദ്ദേഹം പറയാനായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആദ്യം അദ്ദേഹം ഇങ്ങനെ കുറച്ച് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഹിന്ദുയിസം പഠിപ്പിക്കുകയാണ്. പക്ഷെ പിന്നെ അദ്ദേഹം ഒരു പരിങ്ങലിലായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് യഥാർത്ഥത്തിൽ അറിയത്തില്ല എന്ന് പറഞ്ഞു. പ്രഭുപാദ് സംസാരിക്കട്ടെ എന്നിട്ട് ഡിഫീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, എനിക്കറിയില്ല എന്ന്. അപ്പോഴത്തേനും പ്രഭുപാദ് പിന്നെ അതിൻ്റെ പുറകെ പോയില്ല. പ്രഭുപാദ് പറഞ്ഞു, ഒരാൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിലും അയാൾ മറ്റുള്ളവരെ ആ കാര്യം പഠിപ്പിക്കുന്ന വ്യക്തിയെ എന്താണ് നമ്മൾ വിളിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അവിടെ സ്വരൂപ് ദാമോദർ പ്രഭു പറഞ്ഞു, അതിനെ ചീറ്റർ എന്നാണ് വിളിക്കേണ്ടത്. പിന്നെ പ്രഭുപാദ് പറഞ്ഞു, എൻ്റെ ശിഷ്യൻ അങ്ങേ ചീറ്റർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഇങ്ങനെ പിന്നെയും കുറെ വേറെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അദ്ദേഹം പോയി. പക്ഷെ പ്രഭുപാദ് ആ പോയിന്റിൽ തന്നെ നിന്നു. അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹം പഠിപ്പിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ സംസാരിച്ച് പിന്നെ അതിനിടയ്ക്ക് പ്രഭുപാദ് നമ്മളൊരു വ്യക്തി ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ സറണ്ടർ മോഡിലാണ് വരേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അത് തദ്വിധി പ്രണിപാതേന എന്നുള്ള ശ്ലോകം. അപ്പോൾ പ്രഭുപാദിൻ്റെ അടുത്ത് ആ ഒരു ഇതിൽ സറണ്ടർ ആവേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പ്രഭുപാദ് വീണ്ടും ഇങ്ങനെ കുറേ സംസാരം വന്നു. അപ്പം ഇവരോട് സറണ്ടർ എന്നുള്ള ഡിക്ഷണറിയിലെ വേർഡിൻ്റെ അർത്ഥം ചോദിക്കാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ അത് നോക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ഡിക്ഷണറി വേർഡ് അല്ല വേണ്ടത്, എനിക്ക് അതിൻ്റെ ഉള്ളർത്ഥമാണ് വേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ പ്രഭുപാദിന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊരു ടെൻസ്ഡ് മൊമെൻ്റാണ്. പക്ഷെ അത് പറഞ്ഞപ്പോൾ പ്രഭുപാദ് ചിരിച്ചിട്ട് പ്രഭുപാദ് ഇങ്ങനെ സൈഡിലോട്ട് നോക്കിയിട്ട് അദ്ദേഹം ഒരു മാഡ് മാൻ ആണ് ഇങ്ങനെ പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടെയുള്ള എല്ലാവരും അങ്ങ് ചിരിച്ചു. അവസാനം അദ്ദേഹം പിന്നെയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാനന്ദ പ്രഭു വരികയും അദ്ദേഹത്തിനോട് വെളിയിലോട്ട് പോകാനായിട്ട് പറയുകയും ചെയ്തു. കുറേ വഴക്ക് കിട്ടിയതിന് ശേഷം അയാളോട് പോകാനായിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹം ബ്രഹ്മാനന്ദ ഭയങ്കര സൈസാണ്. അപ്പോൾ ഒന്ന് പോകാനായിട്ട് പറഞ്ഞപ്പോഴത്തേന് ഒന്നും പറയാതെ പ്രൊഫസറും സ്റ്റുഡൻസും ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് രവീന്ദ്ര സ്വരൂപ് പ്രഭുപാദിനോട് പറഞ്ഞു, ഞാൻ സോറി പ്രഭുപാദ്, ഇങ്ങനൊരു ഒഫൻസീവായിട്ടുള്ള ഒരാളിനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നതിന് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, അതിൽ കുഴപ്പമില്ല, അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് കുറച്ച് വഴക്കെങ്കിലും കിട്ടിയല്ലോ എന്ന് ഞാൻ പ്രഭുപാദ് പറഞ്ഞു. അപ്പം അതിൽ വിത്തലേശ്വർ പ്രഭു പറയുന്നത്, അവിടെ വന്ന് ആ സംസാരം എന്ന് പറഞ്ഞാൽ പ്രഭുപാദിന് കൂടുതൽ അറിവ്, അയാൾക്ക് കുറച്ചറിവ്, ആ ഒരു ഭാവത്തിലല്ല പ്രഭുപാദ് അദ്ദേഹത്തിനോട് സംസാരിച്ചു. എനിക്ക് നിന്നെക്കാട്ടിലും കൂടുതൽ അറിയാമെന്നുള്ള ഭാവത്തിലല്ല, അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിനെ ഒന്ന് കുറയ്ക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു കാരുണ്യം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ആധ്യാത്മിക വ്യക്തിത്വം എന്ന നിലയിൽ പ്രഭുപാദ് കാരുണ്യം കൊടുത്തതാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെ കുറയ്ക്കാനായിട്ട് വഴക്ക് പറഞ്ഞത് എന്ന് അവിടെ വിത്തലേശ്വർ പ്രഭുപാദിൻ്റെ മനോഭാവത്തിൽ